പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് തന്നെ ടീച്ചർ പരിപാടിയും കാണുന്നു, ടീച്ചറെ ക്ലാസ്സിലിരിക്കുന്നു. അപ്പൊ അവർ ചോദിക്കാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചു വന്നാലല്ലേ ചെയ്യുന്നത് എന്ന് പറയുമ്പോ അതിനെ ഇതൊരു ഡബിൾ സ്റ്റാൻഡ് അല്ലേ എന്നാ കുട്ടി ചോദിച്ചാൽ ചേച്ചി എന്താ ഉത്തരം പറയും? അർബൻ ഫോക്ലോർ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ്, ഒരു മേഖല നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ഉത്തരമുണ്ട് സംഭവം. അപ്പൊ നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നാടൻ പാട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടൻ പാട്ടല്ല എന്ന് പല പാട്ടുകളും ഞാൻ പറയേണ്ടി വരും. കാരണം യഥാർത്ഥത്തിൽ ഫോക്ലോറിസ്റ്റുകൾ അംഗീകരിക്കുന്നത് വാമൊഴി പാട്ടുകൾ മാത്രമാണ്. ഇപ്പൊ കേൾക്കുന്നത് വാമൊഴിയാണോ കൂടുതൽ? അല്ല അല്ല ഇപ്പൊ കേൾക്കുന്നത് ഭൂരിഭാഗം വരമൊഴി പാട്ടുകളാ. കാരണം ഇപ്പൊ ഒരു നാടൻ പാട്ടിന്റെ ക്ലാസ് എടുക്കാൻ പോയി ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ നാടൻ പാട്ട് അറിയാം. ഇപ്പൊ വിഷ്ണു അങ്ങനൊരു കാര്യം ചെയ്യും, 4 നാടൻ പാട്ട്, എന്തായാലും നാടൻ പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു 4 നാടൻ പാട്ട് സെലക്ട് ചെയ്ത് പാടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഏതൊക്കെയാ? നിന്നെ കാണാനെക്കാളും, ഓക്കെ, പകല് മുഴുവൻ പണിയെടുത്ത്, ഓക്കെ, ഓടണ്ട ഓടണ്ട ഓടണ്ട, ഓക്കെ, 4 ഈ 4 പാട്ടുകളും എഴുത്തുപാട്ടുകളാണ്. ഈ 4 പാട്ടും എഴുത്തുപാട്ടുകളാണ്. എന്നാൽ നാടൻ പാട്ട് എന്ന് പറയുന്ന ശാഖയിൽ വരമൊഴി വാമൊഴി എന്ന് 2 കാറ്റഗറൈസേഷൻ ഉള്ളത് കൊണ്ട് ഇത് വരമൊഴിയിലേക്ക് നമുക്ക് പെടുത്താം. യഥാർത്ഥത്തിൽ നാടൻ പാട്ടുകൾ വാമൊഴി പാട്ടുകളാണ്. ഒരു പാട്ട് പോലും വാമൊഴി പാട്ട് വിഷ്ണു പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ? വരമൊഴി പാട്ടുകൾക്ക് പ്രാധാന്യം കൂടി 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 വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാമൊഴി പാട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞുതരാം. സ്കൂൾ തലങ്ങളിൽ മത്സരം നടക്കുന്ന സമയത്ത് വാമൊഴി പാട്ടുകളെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതൊരു മാനുവലിൽ നമുക്ക് തരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണത്. ഈ വാമൊഴി പാട്ടുകൾ എന്ന് പറയുമ്പോൾ അന്നത്തെ ആളുകൾ ഈ കൊയ്യുന്ന സമയത്തൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാടി അങ്ങനെ പരിണമിച്ചു വന്ന പാട്ടുകളാണ്. വാമൊഴി പാട്ടുകളെ വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കാരണന്മാരായിട്ട് ആരാണ് എഴുതിയതെന്ന്, ഏത് ചരിത്രത്തിൽ ഇത് ഉണ്ടായെന്ന് പറയാൻ കഴിയാത്ത പാട്ടുകളാണ് വാമൊഴി പാട്ടുകൾ. വാമൊഴിയായി മാത്രം വന്നവ, എഴുതപ്പെടാത്തവ, പണ്ട് കാലത്ത് അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത സമയത്ത് പറഞ്ഞു കൊടുക്കാനേ സാധിക്കുള്ളൂ. അങ്ങനെ വന്നവയാണ് ഈ വാമൊഴി പാട്ടുകൾ. മനസ്സിലായി? അപ്പൊ ഈ 2 കാറ്റഗറൈസേഷൻ ഉള്ളത് കൊണ്ട് ഇവ വരമൊഴി പാട്ടുകൾ നാടൻ പാട്ടുകളായിട്ട് പരിഗണിക്കുന്നുണ്ട് നമ്മള്. അതിൽ ഞങ്ങൾ ഫോക്ലോർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ വിഷ്ണു നിന്നെ കാണാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചന്ദ്രേട്ടൻ എഴുതിയ പാട്ടാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പാടുന്ന നാടൻ പാട്ടാണത്. ആ പാട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷ്ണുവിന്റെ മുന്നിലിരിക്കുന്നത്. ഈ നിന്നെ കാണാനുള്ള പാട്ട് ചന്ദ്രേട്ടൻ എഴുതിയ പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വരികൾക്കും ആ ട്യൂണിനുമുള്ള ഉത്തരവാദിത്തം ചന്ദ്രേട്ടനാണ് അതിന്റെ ഓദർ. ചന്ദ്രേട്ടൻ ഏത് കാലഘട്ടത്തിൽ എഴുതിയെന്ന് ചന്ദ്രേട്ടന് കറക്റ്റ് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പാട്ടിനെ എന്തുകൊണ്ട് നാടൻ പാട്ടായി മാറിയത്? അതെന്താ വെച്ചാൽ വിഷ്ണുവിനെ പോലെയുള്ള, എന്നെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന ബാക്കി എല്ലാവരെയും പോലുള്ള ആളുകൾ ആ പാട്ട് ആ സമൂഹം ഏറ്റെടുക്കുമ്പോൾ അത് നാടൻ പാട്ടായി പരിണമിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇതാണ് വരമൊഴി പാട്ടുകളെ നാടൻ പാട്ടുകളെ അംഗീകരിക്കാനുള്ള ഒരു നിയമം, ഫോക്ലോറിലൊരു നിയമമാണിത്. എത്ര പേര് അംഗീകരിക്കില്ല എന്നുള്ളത് എന്റെ വിഷയമല്ല, ഇതാണ് നിയമം. മനസ്സിലായ? അപ്പൊ അർബൻ ഫോക്ലോർ എന്ന് പറയുന്ന കുറെ ഫോക്ലോർ നമുക്ക് പുറത്ത് പഠിക്കാനുണ്ട്. അതേ പിള്ളേരാണല്ലോ എന്നോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ അർബൻ ഫോക്ലോറിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് പുതിയതായിട്ട് എഴുതുന്ന ഈ അർബൻ വേർഡ്സ് ഉപയോഗിച്ച് എഴുതുന്ന പാട്ടുകളെല്ലാം തന്നെ അങ്ങനെ വരുന്നതാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫോക്ലോർ എന്ന് പറഞ്ഞിട്ടൊരു മേഖല നമുക്ക് പഠിക്കാനുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഫോക്ലോർ മീൻസ് വാട്ട്? ഇന്നിപ്പോ സിനിമ എടുക്ക്, ഒരു ഘോഷയാത്ര എടുക്ക്, എന്തിനധികം പറയുന്നു, ഇപ്പൊ നമ്മുടെ ചാനലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മ്യൂസിക് വിടാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ തിരയുന്ന നാടൻ വാക്കുകളായിരിക്കും അല്ലേ? പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആളുകളുടെ സ്ഥിരകളിലേക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നത് നാടൻ എന്ന വാക്കിനാണ്. നാടൻ എന്ന വാക്കിന് ദിവസവും പ്രസക്തി കൂടി 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 വരികയാണ്. ഈ ഒരു കാലഘട്ടത്തിലെ ആപ്ലിക്കേഷൻ ഓഫ് ഫോക്ലോർ എന്ന് പറയുന്ന വാക്കിന്റെ എത്ര റെലവൻസ് ഉണ്ട്, അത്ര റെലവൻസിന്റെ എക്സ്ട്രീമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സിത്താരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊടുക്കുന്ന ആദ്യത്തെ പാട്ട് ഏനുണ്ടോടി അമ്പിളിച്ചന്തം. ട്യൂൺ എന്താ? നല്ല നാടൻ മെലഡിയാണ്. വരികൾ എന്താ? നമ്മുടെ ചന്ദ്രേട്ടൻ എഴുതി വഴി ഏനുണ്ടോടി താമരച്ചന്തം അല്ലേ? ഈ വരികളെല്ലാം തന്നെ നാടൻ അംശമാണ്. ജാസി ചേട്ടന്റെ പാട്ടുകൾ എടുത്ത് നോക്കൂ, മുഴുവൻ നാടനാണ്. അദ്ദേഹം കൂടുതൽ നാടന് പ്രാധാന്യം. ഇളയരാജ സാറിന്റെ വരികൾ എടുത്ത് നോക്കൂ, പാട്ടിന്റെ ട്യൂൺ എടുത്ത് നോക്കൂ, സാറ് പാടുന്ന പാട്ടുകളുടെ ട്യൂണുകൾ എടുത്ത് നോക്കൂ, നാടനാണ്. ഒരു 6/8 ഒരു 4/4 റിതം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ജാസി ചേട്ടൻ പാട്ടുകൾ ഏത് തലമുറ ഏറ്റെടുക്കുന്നതിന്റെ കാരണം എന്താ? അത് ഭയങ്കര റിതമിക്കായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വന്നു ചേരുമ്പോൾ പാട്ടുകൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരികയാണെന്ന് പറയാൻ നല്ല തണ്ടൂക്കുള്ള ഒരാളാണ് ഞാൻ. ചോദ്യത്തിനുള്ള ഉത്തരാണ് ഞാനിപ്പോ പറഞ്ഞത്. മത്സര ഇനമായിട്ട് കലോത്സവങ്ങളിൽ ഈ നാടൻ പാട്ട് പ്ലേസ് ആവുന്ന ഒരു കാര്യം പറഞ്ഞു. അതെ അതെ. അപ്പൊ അവിടെ ജഡ്ജ് അതിനൊക്കെ പോയിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന് നമ്മള് സാധാരണ ഇപ്പോ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് മോഹിനിയാട്ടോ കുച്ചിപ്പുടിയോ മാർക്കിടാൻ പോയിരിക്കുന്നത് പോലെയല്ല. ഇവിടെ നിയമാവലികളും അതും
പലതിനും ഒരു കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ഇല്ലല്ലോ. അതെ അതെ അപ്പൊ അവിടെ ചോദ്യം ചെയ്യപ്പെടാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പത്തെ നാടൻ പാട്ട് ഒരു വിധികർത്താവായിട്ടിരിക്കുന്നതില് ചാലഞ്ചസ് എന്തൊക്കെയാ ശരിക്കും? മെയിനായിട്ട് ഒബ്സർവേഷൻ വേണം, നല്ല ഒബ്സർവേഷൻ വേണം ജഡ്ജസിന്. ഞാൻ ചെയ്യുന്ന ഒരു പണി ഞാൻ പറഞ്ഞുതരാം. ഞാൻ കേരളോത്സവങ്ങൾക്കൊക്കെ ഒരു 5-6 വർഷം മുമ്പേ ജഡ്ജ്മെന്റിന് പോയിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് കലോത്സവങ്ങൾക്ക് നിരന്തരമായി ജഡ്ജ് ചെയ്യാൻ വിളി വരുന്ന ഒരാളാണ്. കാരണം ഞാൻ ഫോക്ലോർ കഴിഞ്ഞ കാരണം കൊണ്ടും പ്രാക്ടിക്കലും തിയറി ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു കലാകാരി ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എന്നെ അങ്ങനെ വിളിക്കുന്നത്. ഞാൻ ഈ ജഡ്ജ്മെന്റ് ഏറ്റെടുക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ 14 ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. എനിക്ക് 14 ജില്ലയിലും പാട്ട് പാടാൻ പോണ്ടതാ, മനസ്സിലായ? അപ്പൊ ഞാനൊരു 14 ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ പല പല സ്റ്റേജുകളിലും ഞാൻ കയറുക. ഒരു വലിയ അനുഭവം ഉണ്ടായി. തൃശ്ശൂർ കേരളോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ മാർക്കിടാൻ പോകുമ്പോൾ എക്കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. ഇപ്പൊ എൻ്റെ മോൻ നാടൻ പാട്ടിന് മത്സരിക്കാൻ പോണ ഒരു മോനാണ് കാളിദാസ്. ഇവൻ പാടുന്ന പാട്ടിനെ ഇവന്റെ ടീച്ചേഴ്സ് കൊണ്ടുപോകുന്ന സമയത്ത് ആ ടീച്ചർമാർക്കും ആ പഠിപ്പിച്ച അധ്യാപകൻ എത്ര രൂപ മേടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്, ആ അധ്യാപകനും ആ കുട്ടികളെ പെർഫോമൻസ് വലുതാണ്. അപ്പൊ അവരവിടെ ഇരുന്നൊരു മാർക്ക് ഇടുന്നുണ്ടാവും, മനസ്സിലായി? മൊത്തം ടോട്ടൽ ഓഡിയൻസ്, അവിടെയുള്ള ഓഡിയൻസ് ഒരു മാർക്ക് ഇടും. ജഡ്ജസിന് പുറമെ ടീച്ചേഴ്സ് ഒരു മാർക്ക് ഇടും. ഈ മാർക്കിനെ എല്ലാം ക്രോഡീകരിച്ച് കഴിവുള്ളവന് ഇത് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് പറയാൻ 100 പോയിന്റ്സ് കാണും. ഇനിയിപ്പോൾ അതൊരു പറഞ്ഞില്ല, ഇപ്പൊ പ്രസിദ്ധ ചേച്ചി വന്നു എടുത്തു, ശരി ഫോക്ലോർ പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കാം എന്ന് പറഞ്ഞാലും ഈ കുട്ടികളുടെ പാരന്റ്സിന് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായി? അവരമ്പലത്തിൽ ഞാൻ പാടാൻ ചെല്ലണ സമയത്ത്, ഞാൻ ഈ തൃശ്ശൂര് കേരളോത്സവം കഴിഞ്ഞ് പോണ സമയത്ത് ഒരു അമ്മയും ഒരു കുട്ടി എന്നെ പരിചയപ്പെടാൻ വേണ്ടി അവസാനം ഞങ്ങൾ അന്ന് കേരളോത്സവത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നില്ലല്ലോ എന്താണ് ചോദിച്ചത്, വേറെ ഒന്നും പറഞ്ഞില്ല. എന്നാലും ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നില്ലല്ലോ. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഏത് പാട്ട് പാടിയെന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു വേദനയാണ്, അല്ലേ? 10 രൂപയാണെങ്കിൽ 20 രൂപയാണെങ്കിൽ 100 രൂപയാണെങ്കിൽ അവരും കൂടി കൊടുക്കുന്ന ഒരു പിരിവാണ് അമ്പല കമ്മിറ്റി എനിക്ക് അന്നമായി തരണത്. അവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു. ഞാൻ മനുവേട്ടനോട് പറഞ്ഞു, നീ ജഡ്ജ്മെന്റിന് വിളിച്ചാൽ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഞാൻ പോകില്ല മനുവേട്ട എന്ന് പറഞ്ഞ് ജഡ്ജ്മെന്റ് അവിടെ നിർത്തിയതാണ്. പിന്നെ ജഡ്ജ്മെന്റിന്റെ ഒരു കാര്യം, ജഡ്ജസിനോട് പറയാനുള്ള ഒരു കാര്യം, മറ്റു കലകളും നൊട്ടേഷൻ ബേസ്ഡ് ആണ്, മനസ്സിലായി? ഇപ്പൊ പറഞ്ഞ കുച്ചിപ്പുടി ആണെങ്കിലും ഭരതനാട്യം ആണെങ്കിലും ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും ഒക്കെ പക്ക ഒരു നൊട്ടേഷൻ ഉണ്ടാവും. ആ തിങ്സിലും ആ നൊട്ടേഷനിലും നിൽക്കുന്ന പാട്ടുകൾക്ക് അവർക്ക് മാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നാടൻ പാട്ടുകളുടെ പ്രത്യേകത നല്ല ഒബ്സർവേഷൻ വേണം. ജഡ്ജ് ചെയ്യുന്ന ആളുകൾ നിരന്തരം നിങ്ങൾ പല ജില്ലയിലുള്ള പാട്ടുകൾ കയ്യിൽ കിട്ടുന്ന എന്ത് പാട്ടും, ഇപ്പൊ PSC പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ എല്ലാ പത്രങ്ങളും വായിക്കും. IAS-നും PSC-ക്കും ഒക്കെ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് അവരതിന് പോവുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ മേഖല എന്ന് പറഞ്ഞാൽ കണ്ടംപററി ന്യൂസ് അറിയാന്നുള്ളതാണ്. സമകാലീന പ്രശ്നങ്ങൾ എന്താണെന്നും ആ പ്രശ്നങ്ങളിൽ കൂടെ പഠിക്കാവുന്ന ചോദ്യങ്ങൾ അവർ പഠിക്കണം. അതുപോലെ തന്നെയായിരിക്കണം നാടൻ പാട്ടും നാടൻ കലകളും. ജഡ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾ നിങ്ങൾക്ക് കഴിയാത്ത മേഖലയിൽ നിങ്ങൾ അത് ഏറ്റെടുക്കരുത്. കാരണം നിങ്ങൾ നിരന്തരം ഒബ്സർവേഷനിലായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പിള്ളേര് 8-ന്റെ 16-ന്റെ പണി തരും. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ മക്കള് പോയിക്കൊണ്ടിരിക്കുന്നത്.